നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, ചാപ്റ്റർ നമ്പർ 17, പ്രത്യേക മസ്തിഷ്ക പ്രവാഹം, പേജ് നമ്പർ 36. പ്രത്യേക വിവേചനാധികാരത്തോടെ ലൈംഗികതയുടെ പ്രവൃത്തി മനസ്സിലാക്കുക. സമൂഹം ഭാര്യാഭർത്താക്കന്മാരുടെ ഐക്യത്തെ അംഗീകരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും സന്താനങ്ങളെ പുനരുൽപാദിപ്പിക്കാം. എല്ലാവരുടെയും മാതാപിതാക്കൾ ലൈംഗിക ബന്ധമെന്ന് വിളിക്കുന്ന കുട്ടികളുടെ പുനരുൽപാദന പ്രവർത്തനം നിർവഹിച്ചു. അതിലൂടെ ഞങ്ങളും നമ്മുടെ സഹോദരങ്ങളും ജനിച്ചു. അതിനാൽ ഈ അമൂല്യമായ ഈ മനുഷ്യജീവിതം നമുക്ക് ലഭിച്ച ഈ പ്രവൃത്തി എത്ര പവിത്രവും നല്ലതുമാണെന്ന് ചിന്തിക്കുക. ആരോ ഡോക്ടറായി, ഒരാൾ പട്ടാളക്കാരനായി, ഒരാൾ മന്ത്രിയായി, ഒരാൾ എഞ്ചിനീയറായി, എല്ലാവർക്കും ഭക്ഷ്യധാന്യം നൽകിയ ഒരു കർഷകനായി ആരോ മാറിയിരിക്കുന്നു. ആരോ നിങ്ങളുടെ കൊട്ടാരങ്ങൾ പണിത ഒരു തൊഴിലാളിയായി മാറി. ആരോ ഒരു കരകൗശല വിദഗ്ധനായി. മനുഷ്യജീവിതത്തിൽ നമുക്ക് ഭക്തിയും ദാനവും പുണ്യകർമ്മങ്ങളും ചെയ്യാം. നമ്മുടെ ആത്മാവിന്റെ ക്ഷേമം നേടുകയും ചെയ്യുക. ഇതാണ് സംഭോഗം. അശ്ലീലമായ സിനിമാഗാനങ്ങൾ പാടുകയോ കേൾക്കുകയോ ചെയ്യൽ തുടങ്ങിയ വിഡ്ഢിത്തങ്ങൾ ചെയ്ത് എത്ര വൃത്തികെട്ടതും കാമവുമായ രൂപം നൽകിയാലും ഇത് വെറും വസ്തുത മാത്രമാണ്. ഇത് സ്വകാര്യമായി നിർവഹിക്കുന്നതാണ് മാന്യത. മൃഗങ്ങളും പക്ഷികളും തുറസായ സ്ഥലത്ത് ഇണചേരുന്നു. അത് മാന്യമായി തോന്നുന്നില്ല. മനുഷ്യൻ ഒരു പരിഷ്കൃത ജീവിയാണ്. അത് സ്വകാര്യമായി ചെയ്തും അതിരുകൾ പാലിച്ചും നാം സഭ്യത നിലനിർത്തണം. മേൽപ്പറഞ്ഞ കാഴ്ചപ്പാടുകൾ വായിക്കുമ്പോൾ ഏതെങ്കിലും സഹോദരിയെയോ മകളെയോ മരുമകളെയോ കാണുമ്പോൾ നിങ്ങളിൽ അശ്ലീല ചിന്തകൾ ഉണ്ടാകരുത്. ഞങ്ങളുടെ മുത്തച്ഛനും മുത്തശ്ശിയും ഇതേ പ്രവൃത്തിയാണ് ചെയ്തത്. അതിൽ ഞങ്ങളുടെ പിതാവ് ജനിച്ചു. ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും അത് ചെയ്തു. അതിലൂടെ ഞങ്ങളുടെ അമ്മ ജനിച്ചു. നമ്മളെ ജനിപ്പിച്ചു വളർത്തിയ അമ്മയും അച്ഛനും എത്ര നല്ലവരാണ്. ഞങ്ങളുടെ അമ്മയും അച്ഛനും ഈ ലൈംഗിക പ്രവൃത്തിയിലൂടെ പുനർനിർമ്മിക്കപ്പെട്ടു. അപ്പോൾ ഇത് അസഭ്യമാണോ? അതിനെ അപമര്യാദയായി പ്രതിനിധീകരിച്ച് അലഞ്ഞു തിരിയുന്നവർ അശ്ലീലമായ നിറം നൽകി സമൂഹത്തിന് തീ കൊളുത്തി. പുരുഷൻ സ്ത്രീയെ പീഡിപ്പിച്ചാൽ 3 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. ആരെങ്കിലും ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ അയാൾക്ക് 10 വർഷം തടവ് ശിക്ഷ ലഭിക്കും. ഒരു വ്യക്തിക്ക് നിയമത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് അല്ലെങ്കിൽ തെറ്റായ പെരുമാറ്റത്തെക്കുറിച്ച് ഭയക്കുന്നു. ഒരാൾക്ക് നിയമത്തെക്കുറിച്ച് അവബോധം ഉണ്ടായിരിക്കുന്നതും പ്രധാനമാണ്. ഇപ്രകാരം കാലഭ്രം ഒരുവനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ആരാണ് കാലൻ? പേജ് 235 സൃഷ്ടിരചന എന്നത് ഈ പുസ്തകത്തിൽ തന്നെ കണ്ടെത്തുക. സിനിമകൾ കാണേണ്ടതില്ല. ഒരു സിനിമ ഒരു സാങ്കല്പിക കഥയാണ്. അത് കാണുമ്പോൾ അതിലെ അഭിനേതാക്കൾ ഉപജീവനത്തിനായി ഒരു ബിസിനസ് നടത്തുകയാണെന്ന് നാം മറക്കുന്നു. ഒരു സിനിമയിൽ ജോലി ചെയ്യുന്നതിന് അവർ ദശലക്ഷക്കണക്കിന് രൂപ എടുക്കുന്നു. വിവേചനാധികാരം നഷ്ടപ്പെടുന്ന നിരപരാധികളായ യുവാക്കൾ അവരുടെ ആരാധകരായി മാറുന്നു. അവര് തങ്ങളുടെ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കബളിപ്പിക്കപ്പെട്ട് നിങ്ങളുടെ പണം പാഴാക്കുന്നു. സിനിമകൾ കാണുന്നു. നിങ്ങൾ ആരാധകനായ നായകൻ അല്ലെങ്കിൽ നായിക അവരുടെ വീട്ടിൽ പോയി കാണുക. ചായയും ഭക്ഷണവും പോയിട്ട് അവർ നിങ്ങൾക്ക് വെള്ളം പോലും നൽകില്ല. ചിന്തിക്കുക, ഞാനൊരു ലഡു കഴിക്കുകയാണ്. നിങ്ങൾ എന്നെ നിരീക്ഷിക്കുന്നു. നിങ്ങൾ പറയുന്നു, കൊള്ളാം, നിങ്ങളൊരു മികച്ച ശൈലിയിൽ ലഡു കഴിക്കുന്നു. നിനക്കെന്ത് കിട്ടി? സിനിമാ നടന്മാരുടെയും പ്രേക്ഷകരുടെയും അവസ്ഥയും ഇത് തന്നെ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 37. നമ്മുടെ ചിന്താരീതി മാറ്റണം. നമ്മൾ അശ്ലീല ഫോട്ടോഗ്രാഫുകൾ കണ്ട് അശ്ലീലത നമ്മിൽ ഉടലെടുക്കുന്നു. കാരണം ആ പ്രകോപനപരമായ ചിത്രം നമ്മുടെ ഉള്ളിൽ ഈ തീപ്പൊരി ആളിക്കത്തിച്ചു. അതിലൂടെ പെട്രോൾ പുകയാൻ തുടങ്ങി. അത്തരം ഫോട്ടോകൾ ഒഴിവാക്കുക. നമ്മൾ ദേശസ്നേഹികളുടെ ജീവചരിത്രങ്ങൾ വായിക്കുകയും അവരുടെ ഫോട്ടോഗ്രാഫുകൾ കാണുകയും ചെയ്താൽ രാജ്യസ്നേഹം നമ്മിൽ ഉടലെടുക്കുന്നു. ഇങ്ങനെയൊരു ഫോട്ടോ വീട്ടിൽ വെച്ചാൽ കുഴപ്പമില്ല. ഋഷിമാരുടെയോ സന്യാസിമാരുടെയോ ഫക്കീർമാരുടെയോ നല്ല സ്വഭാവമുള്ളവരുടെയോ ജീവചരിത്രങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ നമ്മുടെ എല്ലാ ദുഷ്പ്രവണതകളും ശാന്തമാവുകയും നീതിമാന്മാരായ പൗരന്മാരാകാം നാം ചിന്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നല്ല ചിന്തകൾ പ്രബോധനം ചെയ്യുന്ന ഒരു സന്യാസിയുടെയും സത്സംഗത്തിന്റെയും അത്യന്താപേക്ഷിതമാണ് നമുക്ക്. നമ്മുടെ ചെറിയ മകളെ നമ്മൾ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിക്കുന്നു. എല്ലാവരും ഇത് ചെയ്യുന്നു. അതേ മകൾ വിവാഹശേഷം അമ്മായി അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. മറ്റൊരാളുടെ മകൾ മരുമകളായി നമ്മുടെ വീട്ടിൽ വരുന്നു. എന്താണ് പുതുതായി സംഭവിച്ചത്? ഇത് ശുദ്ധമായ മനസ്സോടെ ചിന്തിക്കേണ്ടതുണ്ട്. ശുദ്ധമായ മനസ്സ്. അങ്ങനെ വിവേകം പരിശീലിക്കുന്നതിലൂടെ അലസമായ ചിന്തകൾ നശിപ്പിക്കപ്പെടുന്നു.
നീതി ഉദിക്കുന്നു. പത്രങ്ങളിൽ പോലും യുവാക്കളുടെ പെരുമാറ്റം അസ്വാഭാവികമാക്കുന്ന അത്യന്തം അപമര്യാദയായ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അടിവസ്ത്രങ്ങളുടെ ചില പരസ്യങ്ങളിൽ പെൺകുട്ടികൾ അടിവസ്ത്രവും ബ്രേസിയറും മാത്രമേ ധരിക്കൂ. അത് തെറ്റാണ്. അതുപോലെ പുരുഷന്മാരും അടിവസ്ത്രത്തിന്റെ പരസ്യത്തിനായി അടിവസ്ത്രം ധരിച്ച് മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ഇത് ഗുരുതരമായ അധപതനത്തിന്റെ പ്രതീകമാണ്. ഇവ നിരോധിക്കണം. ഇതിനായി ഭരണഘടനാപരമായ രീതിയിൽ ഇത്തരം അശ്ലീലതകൾ നിരോധിക്കുന്നതിന് പോരാടണം. മനുഷ്യരെ സതൃപ്തരും ദയയുമുള്ളവരുമാക്കാൻ എല്ലാവർക്കും നല്ല പുസ്തകങ്ങൾ ലഭ്യമാക്കുന്ന ഒരു സിവിൽ സംഘടന ആവശ്യമാണ്. സത്സംഗങ്ങൾ, ആത്മീയ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സംഘടന. നല്ല പാഠങ്ങൾ കേൾക്കുന്ന കുട്ടികൾ വിരക്തരാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവ് പട്ടാളത്തിൽ ജോലിക്ക് പോകുകയും 8 മുതൽ 9 മാസം വരെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു മകൾ പൊതുവെ കാണാറുണ്ട്. ചില പെൺമക്കളുടെ ഭർത്താക്കന്മാർ ഉപജീവനത്തിനായി വിദേശത്തേക്ക് പോകുകയും 3 വർഷമായിട്ടും തിരികെ വരാതിരിക്കുകയും ചെയ്യുന്നു. ആ പെൺമക്കൾ സ്വയം സംയമനം പാലിക്കുന്നു. അവർ സ്വപ്നത്തിൽ പോലും മറ്റൊരു പുരുഷനെ സ്വപ്നം കാണാറില്ല. ഈ പെൺമക്കൾ ശ്രേഷ്ഠ കുടുംബത്തിൽപ്പെട്ടവരാണ്. പുരുഷന്മാരും ആ സമയത്ത് സ്വയം സംയമനം പാലിക്കുന്നു. ആ കുട്ടികൾ സദാചാര കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. അവർ യഥാർത്ഥ കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. കൂട്ടിക്കൊടുക്കുന്നവർ അവർ ശൃംഗാരമുള്ള നോട്ടങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. പുതിയ ശൈലിയിൽ മുടിവെട്ടി കണ്ണട ധരിച്ച് തെരുവിൽ നിന്ന് തെരുവിലേക്ക് നായ്ക്കളെ പോലെ അലയുന്നു. അവർ അലഞ്ഞു തിരിയുന്നവരാണ്. ചില തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ അവർ സ്ഥിരതാമസമാക്കിയ ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നു. അവർ ആരുടെയെങ്കിലും സഹോദരിയോടോ മകളോടോ അനുചിതമായ എന്തെങ്കിലും പറയുന്നു. അത് കലഹത്തിലേക്ക് നയിക്കുന്നു. സംഘർഷം എത്രത്തോളം വലുതാകുമെന്ന് ആർക്കും അറിയില്ല. ആരെങ്കിലും മരിച്ചേക്കാം. ആ ഒരു വേശ്യ 2 കുടുംബങ്ങളെ തകർത്തു. അതിനാൽ നമ്മുടെ കുട്ടികളെ സ്വബോധമുള്ളവരും നല്ല സ്വഭാവമുള്ളവരുമാക്കുന്നതിന് കുട്ടിക്കാലം മുതൽ തന്നെ സത്സംഗത്തിന്റെ പാഠങ്ങൾ കേൾക്കാൻ അവരെ പ്രേരിപ്പിക്കണം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 38, ചാപ്റ്റർ 18. ഒരു സൽഗുണസമ്പന്നനായ വ്യക്തിയുടെ കഥ. സുഖ്ദേവ് എന്നൊരു മുനി ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീ വേദവ്യാസന്റെ മകനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ദീക്ഷ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഥില നഗരത്തിലെ ജനക് രാജാവിന്റെ അടുക്കൽ പോയി. ജനക് രാജാവ് പറഞ്ഞു, സുഖ്ദേവ്, നാളെ രാവിലെ ഞാൻ നിനക്ക് ദീക്ഷ നൽകും. ഒരു പ്രത്യേക കെട്ടിടത്തിൽ താമസിക്കാൻ അദ്ദേഹം സൗകര്യമൊരുക്കി. ജനക് രാജാവ് ഒരു സുന്ദരിയായ യുവതിയെ മഹർഷിയുടെ സേവനത്തിനായി അയച്ചു. അദ്ദേഹത്തെ പരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ യുവതി സുഖ്ദേവിന്റെ കാലറ്റത്തുള്ള കട്ടിലിരുന്നു. മുനി കാലുകൾ വളച്ച് കൂടുതൽ പിൻവലിച്ചിരുന്നു. ആ സ്ത്രീ മുനിയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ സഹോദരി, നിങ്ങൾ ഒരു നല്ല കുടുംബത്തിന്റെ മകളാണെന്ന് തോന്നുന്നു. ദയവായി മുറിക്ക് പുറത്തേക്ക് പോകൂ, അല്ലെങ്കിൽ ഞാൻ പോകും. ആ സ്ത്രീ പറഞ്ഞു. അവൾ ജനക് രാജാവിനോട് പറഞ്ഞു, മുനി ഒരു സൽഗുണ വ്യക്തിയാണെന്ന്. സംഭവിച്ചതെല്ലാം പറഞ്ഞു. രാവിലെ ജനക് രാജാവ് മുനി സുഖ്ദേവിനോട് ചോദിച്ചു, ഒരു സ്ത്രീ നിങ്ങളെ കാണാൻ വന്നിരുന്നു. അവളുമായി സംഭോഗം ചെയ്യാതിരിക്കുന്നതിലൂടെ നിങ്ങൾ നല്ല ആത്മസംയമനം കാണിച്ചു. നിങ്ങളൊരു സംയമിയായ വ്യക്തിയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പരമോന്നത കബീറിന്റെ കാഴ്ചപ്പാടുകൾ ഇവയേക്കാൾ മികച്ചതാണ്. അദ്ദേഹം പറയുന്നു, മുനി സുഖ്ദേവ് പോലും ആത്മജ്ഞാനി, ആത്മാവ്, അറിവ് ആയിരുന്നില്ല. കാരണം യുവതി സുഖ്ദേവിന്റെ കട്ടിലിൽ ഇരിക്കുമ്പോൾ അവൻ അവളെ ഒരു സ്ത്രീയായി കണക്കാക്കുകയും അവളെ തന്റെ ശരീരത്തിൽ നിന്ന് വ്യക്തമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. യുവതി കട്ടിലിൽ ഇരിക്കുന്നതിന് പകരം ഒരു യുവാവായിരുന്നെങ്കിൽ സുഖ്ദേവ് എന്തു ചെയ്യുമായിരുന്നു? കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ സുഖം ചോദിക്കുമായിരുന്നു. അവൻ പറയുമായിരുന്നു, സഹോദര, ഒരു കട്ടിലേയുള്ളൂ, നിങ്ങൾ കട്ടിലിൽ വിശ്രമിക്കൂ, ഞാൻ എന്റെ കിടക്ക തറയിലൊരുക്കും. യുവാവ് മാന്യനായിരുന്നുവെങ്കിൽ, അല്ല മഹർഷി, നിങ്ങൾ കട്ടിലിൽ കിടക്കുക, ഞാൻ തറയിൽ വിശ്രമിക്കും. എന്നാൽ അവളൊരു യുവതിയായതിനാൽ സുഖ്ദേവ് മുനി കാമദോഷത്താൽ ഭയപ്പെട്ടു. ആണും പെണ്ണും ആത്മാവിന്റെ 2 വസ്ത്രങ്ങളാണെന്ന് പരമേശ്വരനായ കബീർ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഗീത അധ്യായം 2 ശ്ലോകം 22 ഇതിനെപ്പോലെയാണ്. പഴയ വസ്ത്രം ഉപേക്ഷിക്കുന്ന മനുഷ്യൻ പുതിയ വസ്ത്രം ധരിക്കുന്നു. അതിനാൽ ആത്മത്വത്തെ അറിയുക എന്നതാണ് തത്വം. ഉദാഹരണം, ഒരു ഗ്രാമത്തിൽ ഒരു നാടക സംഘം വന്നു. ദിവസങ്ങളോളം അവർ നാടകങ്ങൾ അവതരിപ്പിച്ചു. പണ്ടൊക്കെ പുരുഷന്മാർ തന്നെയാണ് നാടകത്തിൽ സ്ത്രീവേഷം ചെയ്തിരുന്നുള്ളൂ. ഒരു കുട്ടി തന്റെ സുഹൃത്തിനൊപ്പം ആദ്യമായി നാടകം കാണാൻ പോയിരുന്നു. നാടകത്തിൽ ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ വസ്ത്രം ധരിച്ചിരുന്നു. മാറിടം പോലും ഒരു പെൺകുട്ടിയെ പോലെയായിരുന്നു. ആദ്യമായി പോയ പയ്യൻ തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, നാടകങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട് കേട്ടോ ആ പയ്യൻ. നോക്കൂ, ആ പെൺകുട്ടി ഇത്ര സുന്ദരിയാണ്. അവന്റെ സുഹൃത്ത് പറഞ്ഞു,
ഇതൊരു പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. എന്നാൽ ആദ്യമായി പോയ കുട്ടി അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. കൃത്രിമ മുലയെടുത്ത് അവൻ ബാഗിൽ വെച്ചു. അടിവസ്ത്രത്തിൽ മാത്രം അവൻ കുളിക്കാൻ പോയി. ഇത് കണ്ടപ്പോൾ പുതിയ കാഴ്ചക്കാരൻ യഥാർത്ഥത്തിൽ അവനൊരു ആൺകുട്ടിയാണെന്ന് മനസ്സിലായി. അടുത്ത ദിവസം കാഴ്ചക്കാരനായ ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയുടെ വസ്ത്രത്തിൽ ആ ആൺകുട്ടിയെ കണ്ടപ്പോൾ ഒരു പെൺകുട്ടിയോടെന്ന പോലെ ഒരു ദുരുദ്ദേശവും ഉണ്ടായില്ല. അയാൾ ആൺകുട്ടിയായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. ഉപാസനയിലൂടെ അവർ മോക്ഷം പ്രാപിക്കുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 39, ചാപ്റ്റർ നമ്പർ 19. പരമാത്മാവിലുള്ള വിശ്വാസത്തിന്റെ പ്രഭാവം. ഒരു ഗ്രാമത്തിൽ ഒരാൾ വിവാഹിതനായിട്ട് 10-12 വർഷമായി. അയാൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നില്ല. ആ ഗ്രാമത്തിന് പുറത്ത് ഏകദേശം 2 കിലോമീറ്റർ അകലെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ഒരു സിദ്ധസന്യാസി അവിടെ താമസിച്ചിരുന്നു. അദ്ദേഹം ഗ്രാമത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ കൊണ്ടുവരുമായിരുന്നു. 3-4 അതിൽ കൂടുതലോ ദിവസം അത് കഴിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കുട്ടിയില്ലാത്ത ആ വ്യക്തിയുടെ വീട്ടിൽ ഭിക്ഷ വാങ്ങാൻ പോയി. സ്ത്രീയും പുരുഷനും മുനിയുടെ പാദങ്ങൾ പിടിച്ച് സന്താന പ്രാപ്തിക്കായി അപേക്ഷിച്ചു. മഹർഷി പറഞ്ഞു, ഒരു വ്യവസ്ഥയിൽ നിങ്ങൾക്ക് സന്താനങ്ങളെ ലഭിക്കും. ആ പുരുഷനും സ്ത്രീയും ചോദിച്ചു. പറയൂ. മഹർഷി പറഞ്ഞു, 2 വർഷത്തിന് ശേഷം ആദ്യത്തെ മകൻ ജനിക്കുമ്പോൾ നിങ്ങൾ അവനെ എനിക്ക് സമർപ്പിക്കണം. ഞാൻ അവനെ എന്റെ പിൻഗാമിയാക്കും. നിങ്ങൾ ഇത് അംഗീകരിച്ചാൽ എന്നോട് പറയുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടാകും, പിന്നെ ഒരു ആൺകുട്ടി. ഇരുവരും ആ നിബന്ധന അംഗീകരിച്ചു. മഹർഷിയുടെ അനുഗ്രഹത്താൽ 10ാം മാസത്തിൽ അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. അവന് 2 വയസ്സ് തികഞ്ഞപ്പോൾ അവർ അവനെ മഹർഷിയെ ഏൽപ്പിച്ചു. ആ സമയത്ത് യുവതി വീണ്ടും ഗർഭിണിയായിരുന്നു. അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അപ്പോൾ അവർക്ക് ഒരു മകൻ കൂടി ഉണ്ടായി. ഇതുമൂലം മുനിയുടെ മഹത്വം കൂടുതൽ വളർന്നു. ആ ആശ്രമത്തിൽ പെൺകുട്ടികളുടെ പ്രവേശനം നിരോധിച്ചിരുന്നു. ആൺകുട്ടിക്ക് 16 വയസ്സ് തികഞ്ഞപ്പോൾ ഒരു ദിവസം ഗുരുവിന് മുലക്കണിന് സമീപം നെഞ്ചിൽ ഒരു പരുവുണ്ടായി. തൽഫലമായി മുനി വേദനയോടെ അസ്വസ്ഥനായി. അയാൾ തന്റെ പരുവിൽ ചില ഔഷധങ്ങൾ വെച്ചു. 4-5 ദിവസം കൊണ്ട് ആ പരു പൊട്ടി സുഖപ്പെട്ടു. പിന്നെ മുനി സാധാരണ നിലയിലായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മുനിക്ക് പനി വന്നു. വാർദ്ധക്യത്തിലുണ്ടായ തളർച്ചയും പനിയും കാരണം നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. ഗ്രാമത്തിലെ ആൺകുട്ടികളോടൊപ്പം ഇരുന്ന് മോശം കൂട്ടുകെട്ടിൽ വീണ് ബാലൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് കരുതി മുനി ആ ശിഷ്യനെ ഗ്രാമത്തിൽ നിന്ന് ഭിക്ഷ വാങ്ങാൻ അയച്ചിരുന്നില്ല. അയാൾക്ക് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമുണ്ടായേക്കാം. എന്നാൽ അന്ന് നിസ്സഹായനായി. മുനി തന്റെ ശിഷ്യനോട് പറഞ്ഞു, മകനെ, പോകൂ, ഭിക്ഷ എടുക്കൂ. 1-ാം തെരുവിലെ 4ാമത്തെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തും കൊണ്ടുവരിക. പിന്നെ നീ മുന്നോട്ടു പോകരുത്. ആ കുട്ടി തന്റെ ഗുരുജിയുടെ കൽപ്പന പ്രകാരം ആ വീടിന്റെ ഗേറ്റിനടുത്തേക്ക് പോയി. അലക് നിരഞ്ജൻ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഭിക്ഷ കൊടുക്കാൻ ആ വീട്ടിൽ നിന്ന് ഗേറ്റിലേക്ക് വന്നു. ആ മുനിബാലൻ അവളുടെ മുലയിലേക്ക് ശ്രദ്ധയോടെ നോക്കി. മുനിയുടെ ദർശനത്തിൽ തെറ്റായ ഉദ്ദേശമുണ്ടെന്ന് പെൺകുട്ടി ശ്രദ്ധിച്ചു. ആ പെൺകുട്ടി പറഞ്ഞു, ബാബ, ഭിക്ഷ എടുക്കൂ. മഹർഷി ബാലൻ പറഞ്ഞു, അല്ലയോ അമ്മയുടെ മകളെ, നിങ്ങളുടെ നെഞ്ചിൽ 2 പരുകളുണ്ട്. നിങ്ങൾക്ക് ആശ്രമത്തിൽ വരാം. എന്റെ ഗുരുജി നിങ്ങളുടെ പരുക്കളെ സുഖപ്പെടുത്തും. അമ്മയുടെ മകളെ, നിങ്ങൾ വളരെയധികം വേദനിക്കുന്നുണ്ടാവും. എന്റെ ഗുരുജിയെ ഒരു കുരുകൊണ്ട് വളരെയധികം വിഷമിപ്പിച്ചു. മുനിബാലനിൽ നിന്ന് ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ അനുമാനം കൂടുതൽ ഉറച്ചു. മുനി നല്ല സ്വഭാവക്കാരനല്ല. പെൺകുട്ടി ഉറക്കെ പറഞ്ഞു തുടങ്ങി, നിന്റെ അമ്മയുടെയും സഹോദരിയുടെയും കുരുഭേദമാക്കൂ. ഞാൻ നിന്നെ ചെരുപ്പ് കൊണ്ടടിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി തന്റെ ഷൂ അഴിച്ചു മാറ്റി. ഇവിടെ നിന്ന് പോകൂ, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞു. ബഹളം കേട്ട് ആ പെൺകുട്ടിയുടെ അമ്മയും ഗേറ്റിനടുത്ത് വന്ന് ചോദിച്ചു, മകളെ, എന്താണ് സംഭവിച്ചത്? പെൺകുട്ടി തന്റെ അമ്മയോട് ആ മുനിയുടെ കർമ്മം പറഞ്ഞു. അമ്മ ചോദിച്ചു, ബാബാജി, നീ എവിടെ നിന്നാണ് വന്നത്? മഹർഷി ബാലൻ പറഞ്ഞു, ഞാൻ ഈ ആശ്രമത്തിൽ നിന്നാണ് വന്നത്. എന്റെ ഗുരുജിക്ക് സുഖമില്ല, നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് ആദ്യമായി ഭിക്ഷ വാങ്ങാൻ എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ഈ ചേച്ചിയോട് ഞാനിപ്പോ ചോദിച്ചിരുന്നു, നിന്റെ നെഞ്ചിൽ 2 പരു പറ്റിയിട്ടുണ്ടോ എന്ന്. നിങ്ങൾ വലിയ വിഷമത്തിലായിരിക്കണം. എന്റെ ഗുരുവിന് ഒരു പരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേദന കാരണം അദ്ദേഹം രാവും പകലും അസ്വസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് മരുന്നറിയാം. നിങ്ങൾക്ക് എന്റെ ഗുരുവിന്റെ അടുത്ത് പോയി നിങ്ങളുടെ കുരുക്കൾ സുഖപ്പെടുത്താം. അവൾ മുനിക്കർപ്പിച്ച ആ സ്ത്രീയുടെ മകനായിരുന്നു ആ മുനിബാലൻ. ആ പെൺകുട്ടി ആ മുനിക്കുമാരന്റെ അനുജത്തിയായിരുന്നു. അവളുടെ അമ്മ അവളോട് പറഞ്ഞു, മുനിക്ക് ഞങ്ങൾ അർപ്പിച്ച നിന്റെ സഹോദരനാണ് അവൻ. ലോകത്തിന്റെ ദുഷിച്ച സംസാരങ്ങൾക്ക് അദ്ദേഹം വിധേയനായിട്ടില്ല. അവന് ഒന്നും അറിയില്ല. മകളെ, അവനുണ്ടെന്ന് നീ കരുതിയ ദുർഗുണം നിന്റെ ഈ സഹോദരനില്ല. ശുദ്ധവും വ്യക്തവുമായ ആത്മാവിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്.
അവൻ ഗ്രാമത്തിലെ യുവാക്കളെ പോലെ ദ്രോഹം ചെയ്യുന്നുവെന്ന് കരുതി നിങ്ങൾ അവനെ ഭീഷണിപ്പെടുത്തി. അമ്മ പറഞ്ഞു, മുനി, എന്റെ മകളുടെ നെഞ്ചിൽ കുരുക്കളില്ല. ഇവ മുലകളാണ്. കാണുക, എന്റെ നെഞ്ചിലുള്ളതുപോലെ. ഞങ്ങൾ അവളെ വിവാഹം കഴിപ്പിക്കും. അവൾക്ക് കുട്ടികളുണ്ടാകും. അപ്പോൾ അവളുടെ മക്കൾ അവളുടെ മുലയിൽ നിന്ന് പാൽ കുടിക്കും. മുനിബാലൻ പറഞ്ഞു, അമ്മേ, അവൾ എപ്പോഴാണ് വിവാഹം കഴിക്കുക? അവൾക്ക് എപ്പോൾ കുട്ടികളുണ്ടാകും? അമ്മ പറഞ്ഞു, 3-4 വർഷത്തിന് ശേഷം ഞങ്ങൾ അവളെ വിവാഹം കഴിപ്പിക്കും. അപ്പോൾ അവൾക്ക് 2-3 വർഷം കഴിഞ്ഞ് കുട്ടികളുണ്ടാകും. പിറക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിന് ഇത്രയധികം ആകുലതയുണ്ടെന്ന് ആധ്യാത്മിക വീക്ഷണത്തിൽ മുനിബാലൻ ചിന്തിച്ചു. അവളുടെ ജനനത്തിന് 7-8 വർഷം മുൻപ് അയാൾക്ക് പാൽ കുടിക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ആശ്രമത്തിൽ നമ്മുടെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ചെയ്യില്ലേ? ഗുരുശിഷ്യനായ നാം അദ്ദേഹത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങൾ ഭിക്ഷ ചോദിക്കില്ല. ബാബാജി, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ആകുലപ്പെടുന്നത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. മുനിബാലൻ പറഞ്ഞു, അമ്മേ, ഇപ്പോൾ എന്റെ ആശങ്ക അവസാനിച്ചു. ഇതും പറഞ്ഞ് അയാൾ ഭിക്ഷയ്ക്കൊപ്പം തന്റെ ബാഗും തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. വെറും കൈയോടെ ആശ്രമത്തിലേക്ക് മടങ്ങി. ഗുരുജി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഭിക്ഷ കൊണ്ടുവരാത്തത്? നിങ്ങളുടെ ബാഗ് ആരെങ്കിലും തട്ടിയെടുത്തോ? ആ കുട്ടി പറഞ്ഞു, ഗുരുജി, ഒരു കുട്ടി ജനിക്കുന്നതിന് 7-8 വർഷം മുൻപ് ദൈവം എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുമ്പോൾ അദ്ദേഹം ആശ്രമത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കില്ലേ? അദ്ദേഹം തീർച്ചയായും ചെയ്യും. അതിനാൽ ഞാൻ ബാഗ് തെരുവിലെറിഞ്ഞു. ഈ ശിഷ്യൻ തന്റെ ബാഗ് വഴിയിൽ വലിച്ചെറിഞ്ഞത് ഭിക്ഷ വാങ്ങാൻ എല്ലാ ദിവസവും പോകില്ലെന്ന് മുനി മനസ്സിലാക്കി. മുനി നിസ്സഹായനായിരുന്നു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ചിന്തിച്ചു, നാളെ ഞാൻ സന്തോഷവാനായാലും വിഷമത്തിലായാലും എങ്ങനെയെങ്കിലും ഭിക്ഷ കൊണ്ടുവരും. സഞ്ചിയും ഭിക്ഷയും തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് മുനിബാലൻ ആശ്രമത്തിലേക്ക് മടങ്ങിയപ്പോൾ മൂത്ത ബാബയ്ക്ക് സുഖമില്ല എന്ന് നഗരത്തിലെ ചിലർക്ക് ദൈവം പ്രചോദനം നൽകി. ഇളയ ബാബയോട് ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്. അവൻ ബാഗും ഭിക്ഷയും വലിച്ചെറിഞ്ഞു പോയി. മുനിക്കും ആ കുട്ടിക്കും വിശക്കുന്നുണ്ടാകും. ഇങ്ങനെ ചിന്തിച്ച് അവർ നല്ല ഭക്ഷണം തയ്യാറാക്കി. ചോറും പുട്ടും ചപ്പാത്തിയും പയറും തയ്യാറാക്കി. ഒരാൾ ആദ്യം ആശ്രമത്തിലെത്തി മഹർഷിയോട് പറഞ്ഞു, ഇളയ ബാബോ ആരോട് ദേഷ്യപ്പെട്ട് ഭിക്ഷ കൊണ്ടുവന്നില്ല. അവൻ തന്റെ ബാഗും ഭിക്ഷയും വലിച്ചെറിഞ്ഞു. ദയവായി ഭക്ഷണം കഴിക്കൂ. മഹർഷി പറഞ്ഞു, ആദ്യം ബാലന് ഭക്ഷണം കൊടുക്കുക. കുട്ടി പറഞ്ഞു, ആദ്യം ഗുരുജി ഭക്ഷണം കഴിക്കും, പിന്നെ ശിക്ഷ്യൻ കഴിക്കും. മുനി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇതിനിടെ ഹൽവയും പൂരിയും ചെറുപയർ കറിയുമായി മറ്റൊരാൾ വന്നു. അങ്ങനെ ഏകദേശം 10ഓളം ഗ്രാമീണർ ഇതേ ചിന്തയിൽ മഠത്തിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നു. ശിഷ്യൻ പറഞ്ഞു, അയ്യോ ദൈവമേ, നീ ഇത്ര നല്ലവനാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്റെ നാമത്തെപ്പറ്റിയും ഭക്ഷണത്തെപ്പറ്റിയും കൂടുതൽ വിഷമിച്ചിരുന്നത്. എല്ലാ ദിവസവും ഭക്ഷണം ഒരു വീട്ടിൽ നിന്ന് മുനിമാർക്ക് അയച്ചു കൊടുക്കണമെന്ന് ഗ്രാമവാസികൾ അവരുടെ ഊഴം നിശ്ചയിച്ചു. അത് തന്നെ സംഭവിച്ചു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 41. സദാചാരം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടാളികളെ പോലെയാകും. ഒരാൾ മറ്റുള്ളവരിൽ തന്റെ പോരായ്മകൾ കാണുന്നു. ഈശ്വരവിശ്വാസമില്ലെങ്കിൽ ഒരു ഭക്തൻ അപൂർണനാണ്. ഭക്ഷണത്തിനായി യാചിക്കുന്നത് പോലും പവിത്ര ഗ്രന്ഥത്തിന് വിരുദ്ധമാണ്. കാരണം ഭക്തന്റെ ഭക്തിയും വിശ്വാസവും സത്യമാണെങ്കിൽ ദൈവം എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു. എന്നാൽ ഗൃഹനാഥന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഋഷിമാരുടെയും സന്യാസിമാരുടെയും കർത്തവ്യം ആത്മീയ പ്രഭാഷണങ്ങളും, അതായത് സത്സംഗം, ഭക്തി അനുഷ്ഠിക്കലുമാണ്. ഒരുവൻ യഥാർത്ഥ ഭക്തിയോടെ ചെയ്താൽ പിന്നെ യാചിക്കേണ്ടി വരില്ല. കബീർ ദൈവത്തിൽ നിന്ന് നേടിയ അറിവിൽ നിന്ന് സന്ത് ഗരീബ് ദാസ് ജി തന്റെ അമൃതവാണിയിൽ ഇങ്ങനെ പ്രസ്താവിച്ചു. വൈരാഗ് പ്രകരണ കാങ്ങിൽ നിന്നുള്ള ചില വാണി. ഗരീബ് നട്ട് പേരണ കാഞ്ചർ സാൻഷി മാംഗത് ഹെ ഭട്ടിയാരെ जाकी तारी लागी तक में मोती देत उधारे। गरीब द्रौपद सुता के चीर बढ़ाए बिन ही ताने काते। सकल मनोरथ पूर्ण साहिब तुम क्यों मांगन जाते। गरीब आप ते आवे रत्न बराबर मांग्या आवे लोहा। लक्षण नहीं जोग के जोगी जा बस्या बन खोहा। गरीब टूका कारण फिरे कुकरा कुत्ता सतघर फिर आवे। ये तो लक्षण नहीं जो के क्यों बाणा बिरदल जावे। गरीब जिनको आत्मज्ञान नहीं है वे मांगे रे भाई। चावल चून इकट्ठा करके ब्याज बधावे जाई। गरीब जो मांगे सो भड़वा कहिए दर दर फिरे अज्ञानी। योगी योग संपूर्ण जिसका जो मांग न पीवे पानी। गरीब कद नारद जमात चलाई व्यास न टुकड़ा मांग्या। वशिष्ठ विश्वामित्र ज्ञानी शब्द विहंगम जाग्या। गरीब कबीर पुरुष के बालद आई 9 लख बोड़ी लाहा।
केशव से बंजारे जिसके देवे यज्ञ जुलाहा. അർത്ഥം: മേൽപ്പറഞ്ഞ വാണിയുടെ സാരം, വേദപ്രകാരം യഥാർത്ഥ ഭക്തി ചെയ്യാത്തവർ ഒരു നായ 70 വീടുകളിൽ ഒരു കഷ്ണം റൊട്ടി വാങ്ങുന്നതുപോലെ ഭിക്ഷയാചിച്ച് മുനിയുടെ വസ്ത്രം ധരിച്ചവർ ചുറ്റി നടക്കുന്നു. ഉദാഹരണത്തിന് മറ്റ് ജാതികളിൽപ്പെട്ടവർ അക്രോബാറ്റുകൾ പെർനെയിൻ, കാഞ്ചർ, സാംക്ഷി ഇവർ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചതിന് ശേഷം പ്രേക്ഷകരിൽ നിന്ന് പണം, ധാന്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഭക്ഷണത്തിനായി അലഞ്ഞു തിരിയുമായിരുന്നു. ഒരു ഋഷിയും ഇത് ചെയ്യുന്നുവെങ്കിൽ അവന്റെ ആരാധനാരീതിയിൽ ഒരു പോരായ്മയുണ്ട്. പരമോന്നത ദൈവമായ കബീർ ഒരു നെയ്ത്തുകാരന്റെ ദൈനംദിന ജോലികൾ ചെയ്യാറുണ്ടായിരുന്നു. കൂടാതെ യഥാർത്ഥ ആരാധനയും സത്സംഗവും നടത്താറുണ്ടായിരുന്നു. യഥാർത്ഥ ആരാധനാ രീതി അനുഷ്ഠിക്കുന്ന ഒരാളെ ദൈവം എങ്ങനെ സഹായിക്കുന്നു എന്നതിന്റെ തെളിവ് കബീർജി തന്നെ നൽകിയിട്ടുണ്ട്. കഥ ഇങ്ങനെ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 42, ചാപ്റ്റർ 20. കാശി സിറ്റിയിൽ പരമോന്നത പരമാത്മാ കബീറിന്റെ സമൂഹ അന്നദാനത്തിന്റെ ക്രമീകരണം. ഷേഖ് തക്കി എല്ലാ മുസ്ലിങ്ങളുടെയും തലവനായിരുന്നു. അതായത് പരമോന്നത ദൈവമായ കബീറിനോട് അസൂയയുള്ള പ്രധാനിയായിരുന്നു അദ്ദേഹം. എല്ലാ ബ്രാഹ്മണരും, മുല്ലമാരും, ഖാജിമാരും ഷേഖ് തക്കിയും ഒരു യോഗം ചേർന്ന് കബീർ ഒരു നിർധനനാണെന്ന് ഗൂഢാലോചന നടത്തി. കബീർജി കാശിയിലെ ഒരു വലിയ വ്യവസായിയാണെന്ന് അദ്ദേഹത്തിന്റെ പേരിൽ കത്തുകൾ അയക്കുക. കബീർ, സൺ ഓഫ് നൂർ അലി അൻസാരി, കോളനി ഓഫ് വ്യൂവേഴ്സ്, കാശി സിറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണവിലാസം. കബീർജി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ധർമ്മപരമായ സാമുദായിക ഭക്ഷണം സംഘടിപ്പിക്കും. എല്ലാ സന്യാസിമാരെയും ക്ഷണിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം ദിവസവും ഒരു ദോഹറും, അക്കാലത്തെ ഏറ്റവും വിലയേറിയ പുതപ്പും ഒരു മോഹറും, സ്വർണം കൊണ്ട് നിർമ്മിച്ച വൃത്താകൃതിയിലുള്ള 10 ഗ്രാം മോഹർ സമ്മാനമായി നൽകും. ഒരാൾ ഒരു ദിവസം എത്ര തവണ ഭക്ഷണം കഴിച്ചാലും ഓരോ തവണയും കബീർ ആ വ്യക്തിക്ക് ഒരു ദോഹറും ഒരു മോഹറും നൽകും. ലഡു, ജിലേബി, ഹൽവ, ഖീർ, ദഹിവട, മാൽപൂടെ, രസഗുള തുടങ്ങി എല്ലാ മധുര പലഹാരങ്ങളും ഭക്ഷണത്തിൽ ലഭിക്കും. ഉണങ്ങിയ വസ്തുക്കളും മാവ്, അരി, പയർ മുതലായവ, വേവിക്കാത്ത ഉണങ്ങിയ വസ്തുക്കൾ, നെയ്യ്, പഞ്ചസാര എന്നിവയും നൽകും. തനിക്കും ചക്രവർത്തി സിക്കന്ദർ ലോധിക്കും അയച്ച ഒരു കത്ത് ഷേഖ് തക്കിക്ക് ലഭിച്ചു. നിശ്ചയിച്ച ദിവസത്തിന്റെ തലേദിവസം രാത്രി സാധുമാരും സന്യാസിമാരും ഒത്തുകൂടാൻ തുടങ്ങി. കൂട്ടഭോജനം അടുത്ത ദിവസം നടക്കേണ്ടതായിരുന്നു. സന്ത് രവിദാസ് പരമോന്നത ദൈവമായ കബീറിനോട് പറഞ്ഞു, ഏകദേശം 18 ലക്ഷം, അതായത് 1.8 ദശലക്ഷം സാധുമാരും സന്യാസിമാരും ഭക്തരും നിങ്ങളുടെ പേരിലുള്ള ഒരു കത്തുമായി കാശിയിലെത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഒരു പൊതുസദ്യ കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. കബീർജി, ഇനി നമുക്ക് കാശി വിട്ട് വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരുമോ? കബീർജിക്ക് എല്ലാം അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോഴും അഭിനയിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രവിദാസ് ജി, കുടിലിനുള്ളിലിരിക്കൂ. വാതിൽ ചങ്ങലയിട്ട് വാതിൽ പൂട്ടിയിട്. അവര് സമയം പാഴാക്കിയതിനു ശേഷം തന്നെ തിരിച്ചു മടങ്ങിക്കോളും. നമ്മൾ പുറത്തേക്ക് പോകില്ല. പരമോന്നത ദൈവം കബീർ തന്റെ തലസ്ഥാനമായ സത്യലോകത്തിലെത്തി. കഴുതപ്പുറത്തെന്ന പോലെ പാകം ചെയ്ത വസ്തുക്കളും ഉണങ്ങിയ വസ്തുക്കളും, അരി, മാവ്, പഞ്ചസാര, ഖാഗ്, ശുദ്ധീകരിക്കാത്ത പഞ്ചസാര, പയർ, നെയ്യ് മുതലായവ 9 ലക്ഷം കാളകളിൽ കയറ്റി അദ്ദേഹം അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പരിചാരകർ പോലും സത്യലോകത്തിൽ നിന്നു തന്നെ വന്നവരാണ്. പരമോന്നത ദൈവം കബീർ തന്നെ ഒരു ബഞ്ചാരയുടെ രൂപം ധരിക്കുകയും കേശവ് എന്ന് തന്റെ പേര് പറയുകയും ചെയ്തു. ഡൽഹിയിലെ ചക്രവർത്തി സിക്കന്ദറും അദ്ദേഹത്തിന്റെ മതവിശ്വാസിയായ പിർ ഷേഖ് തഹിയും വന്നു. കാശിയിൽ ഒരു കൂട്ടസദ്യ നടക്കുകയായിരുന്നു. എല്ലാവർക്കും ഒരു ദോഹറും ഒരു സ്വർണ്ണ മോഹറും സംഭാവനയായി നൽകി. സത്യസന്ധതയില്ലാത്ത ചില സന്യാസിമാർ ഒരു ദിവസം 4 നേരം ഭക്ഷണം കഴിച്ച് 4 നേരവും ദോഹറും മോഹറും കഴിക്കുകയായിരുന്നു. ചിലർ പാകം ചെയ്യാത്ത ഉണങ്ങിയ വസ്തുക്കളും അരി, പഞ്ചസാര, നെയ്യ്, പയർ, മാവ് മുതലായവ എടുത്തു. ഇതെല്ലാം കണ്ടപ്പോൾ ഷേഖ് തക്കിയുടെ മുഖം മാറി. അദ്ദേഹം സിക്കന്ദർ ലോധി രാജാവിനോടൊപ്പം ആ കൂടാരത്തിലേക്ക് പോയി. അവിടെ കബീർജി തന്നെ ഒരു ബഞ്ചാരയുടെ വേഷം ധരിച്ച്, അന്നത്തെ വ്യാപാരികളെ ബഞ്ചാരകൾ എന്ന് വിളിച്ചിരുന്നു, കേശവ് എന്ന പേരിൽ ഇരുന്നു. രാജാവ് സിക്കന്ദർ ലോധി ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങളുടെ പേര്? കബീർജിയുമായി നിങ്ങൾക്ക് എങ്ങനെ ബന്ധമുണ്ടായി? കേശവ രൂപത്തിലിരിക്കുന്ന ദൈവം പറഞ്ഞു, എന്റെ പേര് കേശവ്. ഞാനൊരു വ്യാപാരിയാണ്. കബീർജി എന്റെ ബാല്യകാല സുഹൃത്താണ്. ഒരു ചെറിയ ധാർമ്മിക സദ്യ സംഘടിപ്പിക്കണം. എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരിക എന്ന കത്ത് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭൃത്യൻ ഇവിടെയുണ്ട്. സാമുദായിക ഭക്ഷണം നടക്കുന്നു. 18 ലക്ഷം ആളുകൾ ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു ചെറിയ ധാർമ്മിക സദ്യ സംഘടിപ്പിക്കണമെന്ന് കേട്ടപ്പോൾ ഷേഖ് തക്കി ഞെട്ടി നിലത്തിരുന്നു. എല്ലാവർക്കും ഒരു ദോഹർ, ഒരു മോഹർ, മാവ്, പയർ, അരി, നെയ്യ്,
പഞ്ചസാര തുടങ്ങിയ ഉണങ്ങിയ വസ്തുക്കളും നൽകുന്നു. അവർ ഇതിനെ ഒരു ചെറിയ ധാർമ്മിക സദ്യ എന്ന് വിളിക്കുന്നു. എന്നാൽ അസൂയയുടെ തീയിൽ കത്തുന്ന അദ്ദേഹം രാജാവ് താമസിച്ചിരുന്ന വിശ്രമ സ്ഥലത്തേക്ക് പോയി. സിക്കന്ദർ ലോധി കേശവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കബീർജി വരാത്തത്? കേശവ് മറുപടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടിമ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തെ സ്വയം ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും വരും. ഈ സാമുദായിക ഭക്ഷണം 3 ദിവസം തുടരണം. ആനപ്പുറത്ത് കയറി സിക്കന്ദർ ലോധി തന്റെ അംഗരക്ഷകരോടൊപ്പം കബീർജിയുടെ കുടിലിലേക്ക് പോയി. ആനപ്പുറത്തു നിന്നിറങ്ങി രാജാവ് വാതിലിൽ മുട്ടി. അദ്ദേഹം പറഞ്ഞു, പർവാർദിഗാർ, വാതിൽ തുറക്കൂ. നിങ്ങളുടെ കുട്ടി സിക്കന്ദർ വന്നിരിക്കുന്നു. പരമോന്നത ദൈവം കബീർ പറഞ്ഞു, രാജാവേ, ചിലർ എന്നെ ശല്യപ്പെടുത്തുന്നു. അവർ ദിവസവും പുതിയ ഗൂഢാലോചന നടത്തി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ന് അവർ ഒരു വ്യാജ കത്തയച്ച് ദശലക്ഷക്കണക്കിന് ആളുകളെ വിളിച്ചു. ഒരു പാവപ്പെട്ട നെയ്ത്തുകാരൻ ഞാൻ എന്റെ കുടുംബത്തെ പോറ്റുന്നു, വസ്ത്രങ്ങൾ നെയ്യുന്നു. ഒരു ധാർമ്മിക സദ്യ ക്രമീകരിക്കാനോ എന്തെങ്കിലും സംഭാവന നൽകാനോ എന്റെ പക്കൽ പണമില്ല. ഞാൻ ഇന്ന് രാത്രി കുടുംബത്തോടൊപ്പം ഈ കാശി നഗരം ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോകും. ഞാൻ വാതിൽ തുറക്കില്ല. സിക്കന്ദർ രാജാവ് പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു. നിങ്ങൾക്ക് എന്നെ കബളിപ്പിക്കാൻ കഴിയില്ല. ചൗപ്പത്ത് എന്ന തുറസായ സ്ഥലത്ത് നിങ്ങൾ എന്ത് ധാർമ്മിക സദ്യയാണ് സംഘടിപ്പിച്ചത്? നിങ്ങളുടെ സുഹൃത്ത് കേശവൻ വന്നിരിക്കുന്നു. അവൻ പരിധിയില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളെ വാഴ്ത്തുന്നു. അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഒരിക്കൽ വാതിൽ തുറന്ന് നിങ്ങളുടെ അടിമയായ സിക്കന്ദറിന് കാഴ്ച നൽകൂ. കബീർജി സന്ത് രവിദാസനോട് പറഞ്ഞു, വാതിൽ തുറക്കൂ. വാതിൽ തുറന്നയുടൻ സിക്കന്ദർ രാജാവ് തന്റെ പാദരക്ഷ അഴിച്ചുമാറ്റി കിരീടത്തോടൊപ്പം പ്രണാമം ചെയ്തു. തുടർന്ന് അദ്ദേഹം കബീർജിയോട് കാശിയിൽ നടക്കുന്ന സാമുദായിക ഭക്ഷണത്തിന് വരാൻ അഭ്യർത്ഥിച്ചു. കബീർ ദൈവം കുടിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആകാശത്ത് നിന്ന് മനോഹരമായൊരു കിരീടം വന്ന് കബീർജിയുടെ തലയിൽ അലങ്കരിച്ചു. ആകാശത്ത് നിന്ന് സുഗന്ധമുള്ള പൂക്കൾ പെയ്തു തുടങ്ങി. ആനപ്പുറത്ത് കയറാൻ രാജാവ് പരമോന്നത ദൈവമായ കബീർജിയോട് അഭ്യർത്ഥിച്ചു. കബീർജി രവിദാസ്ജിയെയും കൂടെ കൂട്ടി. ആനപ്പുറത്ത് കയറിയ രാജാവ്, രവിദാസ്ജി, ദൈവം, കബീർജി എന്നിവർ മൂവരും സാമുദായിക ഭക്ഷണം നടക്കുന്ന സ്ഥലത്ത് എത്തി. അവർ വ്യാപാരി കബീറിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. കേശവനായി ഇരട്ടവേഷം ചെയ്ത കബീർജി അവിടെ സന്നിഹിതരായിരുന്ന സന്യാസിമാരോടും ഭക്തരോടും ചോദ്യോത്തരങ്ങളിലൂടെ ആത്മീയ പ്രഭാഷണം നടത്തി. അത് 24 മണിക്കൂർ നീണ്ടുനിന്നു. ദശലക്ഷക്കണക്കിന് സന്യാസിമാർ തങ്ങളുടെ തെറ്റായ ആരാധനാരീതി ഉപേക്ഷിച്ച് കബീർജിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് അവരുടെ ക്ഷേമം നേടി. സാമുദായിക ഭക്ഷണം പൂർത്തിയാക്കി. എല്ലാ പരിചാരകരും അവശിഷ്ട വസ്തുക്കളും കൂടാരങ്ങളും കാളകളിൽ കയറ്റി പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ആ സമയം രാജാവ് സിക്കന്ദർ ലോധി, ഷേഖ് തക്കി, കേശവ്, കബീർജി എന്നിവരെല്ലാം ഒരിടത്ത് നിൽക്കുകയായിരുന്നു. നാടോടികളുടെ വേഷം ധരിച്ച എല്ലാ കാളകളും പരിചാരകരും ഗംഗ കടന്നുപോയി. കുറച്ചു സമയത്തിന് ശേഷം സിക്കന്ദർ ലോധി രാജാവ് കേശവ്ജിയോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം. നിങ്ങളുടെ കാളകളും കൂട്ടുകാരും പോകുന്നു. രാജാവ് കാളകളും നാടോടികളും പോയ ദിശയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അമ്പരന്ന രാജാവ് ചോദിച്ചു, കബീർജി, ആ കാളകളും നാടോടികളും ഇത്ര പെട്ടെന്ന് എവിടെ പോയി? ആ നിമിഷം തന്നെ കേശവ് പരമാത്മാവായ കബീറിന്റെ ശരീരത്തിൽ ലയിച്ചു. കബീർജി മാത്രമാണ് നിന്നിരുന്നത്. മുഴുവൻ നിഗൂഢതയും മനസ്സിലാക്കിയ സിക്കന്ദർ ലോധി രാജാവ് പറഞ്ഞു, കബീർജി, ഇതെല്ലാം നിങ്ങളുടെ ദൈവിക ലീലയായിരുന്നു. നിങ്ങൾ തന്നെയാണ് ദൈവം. അസൂയയുടെ അഗ്നി ഷേഖ് തക്കിയുടെ ശരീരത്തെയും മനസ്സിനെയും ഇഴുങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇത്തരം 100 കണക്കിന് സാമൂഹിക ഭക്ഷണങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാം. ഇതേത് തരത്തിലുള്ള സാമുദായിക ഭക്ഷണമായിരുന്നു? അതൊരു മഹോച്ച ആയിരുന്നു. ഒരു വൃദ്ധന്റെ മരണത്തിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ മോക്ഷത്തിനായി ഒരു ഗുരു ഏർപ്പെടുത്തിയ ഒരു ആചാരമാണ് മഹോച്ച. വില കുറഞ്ഞ എല്ലാ വസ്തുക്കളും ഇതിനായി ഉപയോഗിക്കുന്നു. ചില പ്രത്യേക ആഘോഷങ്ങളുടെ അവസരത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങാണ് ഭജക് ജൗനർ. അതിൽ ആചാരം അനുഷ്ഠിക്കുന്ന വ്യക്തി പൂർണ്ണ ഹൃദയത്തോടെ പണം ചെലവഴിക്കുന്നു. സന്ത് ഗരീബ് ദാസ്ജി പ്രസ്താവിച്ചു, गरीब कोई कह जग जौनार करी है, कोई कहे महोछा, बड़े बड़ाई किया करी, गाली काड़े ओछा. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 44. വിവർത്തനം. ആ സാമുദായിക ഭക്ഷണം കണ്ട് സതൃപ്തരായ ആളുകൾ പറഞ്ഞു, ഒരു ജഗ്ജൗനാർ നടത്തിയിട്ടുണ്ട്. അതായത് പുണ്യകർമ്മത്തിന് പൂർണ്ണ ഹൃദയത്തോടെ പണം ചെലവഴിച്ച് ഒരു പുണ്യകർമ്മം നടത്തി. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ടാണ് ഒരു ധർമ്മയാഗം നടത്തിയത്. ദുഷ്ടന്മാരും അഹങ്കാരികളുമായവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു മഹോച്ച നടത്തിയിരിക്കുന്നു എന്നാണ്. അതായത് പാതി മനസ്സോടെ കുറച്ച് പണം ചിലവഴിച്ച് ഒരു സാമുദായിക സദ്യ നൽകിയെന്ന്. സംഗ്രഹം. നിങ്ങൾ എന്നെപ്പോലെ ഭക്തിയോടെ ആത്മാർത്ഥമായി ജീവിതം നയിക്കുകയും സത്യസന്ധമായി ജീവിതം നയിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളെ ഇതുപോലെ സഹായിക്കുമെന്ന് കബീർജി ഭക്തർക്ക് ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്.
യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ ഒരു വ്യാപാരിയാണ്, അതായത് ഒരു ധനികനാണ്. ഒരു ഭക്തന് 2 സമ്പത്തുണ്ട്. ലോകത്ത് അവർക്ക് ആവശ്യമുള്ളതെന്തും നേടാനുള്ള സമ്പത്ത് അവനുണ്ട്. കൂടാതെ ഒരു ഭക്തന് സത്യാരാധനയുടെ സമ്പത്തുമുണ്ട്. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം. ആ സമൂഹ സദ്യയിൽ സംഭവിച്ച മറ്റൊരു അത്ഭുതം. ആ സാമുദായിക സദ്യ 3 ദിവസം നീണ്ടുനിന്നു. ഓരോ വ്യക്തിയും ദിവസത്തിൽ 2 തവണയെങ്കിലും ഭക്ഷണം കഴിച്ചിരുന്നു. ഭക്ഷണത്തിന് ശേഷം ഒരു മോഹറും 10 ഗ്രാം സ്വർണം, ഒരു ദോഹറും, വിലയേറിയ കോട്ടുശാൽ സംഭാവനയായി നൽകപ്പെടുന്നതിനാൽ ചിലർ ദിവസത്തിൽ 3-4 നേരം ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. ഈ അത്യാഗ്രഹം കൊണ്ട് അവർ വീണ്ടും വീണ്ടും ഭക്ഷണം കഴിച്ചു. 3 ദിവസത്തിനുള്ളിൽ 18 ലക്ഷം, അതായത് 1.8 ദശലക്ഷം ആളുകൾ മലമൂത്ര വിസർജനം നടത്തി കാശിക്ക് ചുറ്റും മലിനമാക്കിയേനെ. കാശി നാറുമായിരുന്നു. കാശി നിവാസികളും 18 ലക്ഷം അതിഥികളും സത്ലോകത്തിൽ നിന്നുള്ള 1 ലക്ഷം പരിചാരകരും ഉണ്ടായിരുന്നു. അവിടെ മാലിന്യ കുംഭാരങ്ങൾ ഉണ്ടാകുമായിരുന്നു. ആളുകൾക്ക് ശ്വസിക്കാൻ പ്രയാസമാകുമായിരുന്നു. പക്ഷെ ആർക്കും അങ്ങനെ തോന്നിയില്ല. എല്ലാവരും ദിവസത്തിൽ 2-3 നേരം ഭക്ഷണം കഴിച്ചു. എന്നാൽ ഒരിക്കൽ പോലും അവർ മലമൂത്ര വിസർജനം നടത്തിയില്ല, മൂത്രമൊഴിച്ചില്ല. ഭക്ഷണം വളരെ രുചികരമായിരുന്നു. അവർ വയറു നിറയെ കഴിച്ചു. അവർ മുമ്പത്തേക്കാൾ ഇരട്ടി ഭക്ഷണം കഴിച്ചു. 2-ാം ദിവസം വയറിന് ഭാരം തോന്നാത്തതിനാൽ എല്ലാവരും വിഷമിച്ചു. ഞങ്ങൾക്കും വിശക്കുന്നു, നമുക്ക് അസുഖം വന്നേക്കാം. സത്ലോകത്തിൽ നിന്ന് വന്ന പരിചാരകരോട് അവർ തങ്ങളുടെ പ്രശ്നം തുറന്നു പറഞ്ഞു. പരിചാരകർ അവരോട് പറഞ്ഞു, ശരീരത്തിൽ തന്നെ ആഗിരണം ചെയ്യപ്പെടുന്ന ഔഷധ സസ്യങ്ങൾ ചേർത്താണ് ഈ ഭക്ഷണം തയ്യാറാക്കിയത്. ഞങ്ങൾ അടുക്കളയിൽ എല്ലാ ദിവസവും ഇതേ ഭക്ഷണം തയ്യാറാക്കി ഇതേ ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും മലമൂത്ര വിസർജനം ചെയ്യുകയോ മൂത്രമൊഴിക്കുകയോ ഇല്ല, ഇത് ഉറപ്പിക്കാം. എന്നാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അതിനാൽ കുറച്ച് മലമെങ്കിലും പുറത്തു വരണമെന്ന് ആളുകൾ കരുതി. മലവിസർജനം നടത്താനുള്ള ആഗ്രഹം അവർ വികസിപ്പിച്ചെടുത്തു. എല്ലാവരും നഗരത്തിന് പുറത്തുപോയി മലമൂത്ര വിസർജനത്തിനായി ഒരു ഏകാന്ത സ്ഥലം കണ്ടെത്തി. അവർ കുനിഞ്ഞിരിക്കുമ്പോൾ അവരുടെ പുറകുവശത്ത് നിന്ന് വായു പുറപ്പെടുവിച്ചു. അവരുടെ വയറിന് ഭാരം കുറഞ്ഞതായി തോന്നി. കാറ്റിൽ നിന്ന് കേവട വെള്ളം തെളിച്ചതുപോലെ സുഗന്ധം വന്നു. ഇതെല്ലാം കണ്ടപ്പോൾ പരിചാരകരുടെ മൊഴി എല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ അവരുടെ ഭയം അവസാനിച്ചു. പക്ഷെ അപ്പോഴും എല്ലാവരുടെയും കണ്ണുകൾ അജ്ഞതയാൽ മൂടപ്പെട്ടിരുന്നു. പരമോന്നത ദൈവമായ കബീർജിയെ അവർ പരമോന്നത ദൈവമായി അംഗീകരിച്ചില്ല. അയോധ്യയിലെ രാജാവായ ഹൃഷഭൻ തന്റെ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിൽ സാധന ചെയ്തതായും പുരാണങ്ങളിൽ ഒരു വിഷയമുണ്ട്. അവന്റെ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് വന്നിരുന്നു. അവന്റെ മലം സുഗന്ധം പുറപ്പെടുവിക്കുമായിരുന്നു. ഇത് കണ്ട് സമീപ പ്രദേശങ്ങളിലുള്ളവർ അമ്പരന്നു. അതുപോലെ സത്ലോകത്തിന്റെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ സുഗന്ധം മാത്രമേ പുറപ്പെടൂ. മാത്രമല്ല, സ്വർഗം സത്ലോകത്തിന്റെ പകർപ്പാണ്. ഇത് വ്യാജമാണ്. ചോദ്യം: ഭക്തി ചെയ്യുന്നതിൽ ഏതാണ് ശ്രേഷ്ഠമായത്? ഭക്തി ചെയ്യുന്നതിനായി ഭവനം ത്യജിക്കുക, അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഭക്തി ചെയ്യുക? ഉത്തരം: ഒരു സമ്പൂർണ്ണ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ജീവിതകാലം മുഴുവൻ ഭക്തിയുടെ പെരുമാറ്റച്ചട്ടം പാലിച്ചതിനു ശേഷം വേദാധിഷ്ഠിത ആരാധനയിലൂടെ ഒരാൾക്ക് മോക്ഷം ലഭിക്കും. വീടുപേക്ഷിച്ച് വനത്തിലേക്ക് പോകുകയാണെങ്കിലോ ഭക്ഷണത്തിനായി നമുക്ക് വീണ്ടും ഗ്രാമത്തിലേക്കോ നഗരത്തിലേക്കോ ഗൃഹനാഥന്റെ വാതിൽക്കൽ വരേണ്ടി വരും. ചൂടുള്ളതോ തണുപ്പുള്ളതോ ആയ കാലാവസ്ഥയിൽ നിന്നും മഴയിൽ നിന്നും നമ്മെ തന്നെ രക്ഷിക്കാൻ നമുക്ക് കുടിൽ പണിയേണ്ടി വരും. വസ്ത്രത്തിന് വേണ്ടിയും യാചിക്കേണ്ടി വരും. അത് വീണ്ടും ഒരു വീടായി മാറും. അതിനാൽ വീട്ടിൽ തന്നെ തുടരുക, സത്യാരാധന ചെയ്യുക. നിന്റെ മോക്ഷം ഉറപ്പാണ്. വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും 2 പേർക്കും ഭക്തിയിലൂടെ മോക്ഷം നേടാം. ബ്രഹ്മചര്യ ജീവിതത്തിൽ മാത്രമേ ഭക്തി ചെയ്യാൻ കഴിയൂവെന്ന് പലരും പറയാറുണ്ട്. വേദപ്രകാരം സത്യാരാധന നടത്തി ഇരുവർക്കും മോക്ഷം ലഭിക്കുമെന്നാണ് അതിന്റെ ഉത്തരം. ഉദാഹരണം: ഭക്തനായ ധ്രുവനും ഭക്തനായ പ്രഹ്ലാദനും മോക്ഷം പ്രാപിച്ചുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇരുവരും വിവാഹിതരായി. അവർക്കും കുട്ടികളുണ്ടായി. ബൈലോജാനായിരുന്നു പ്രഹ്ലാദന്റെ മകൻ. 100 യാഗങ്ങൾ ചെയ്തിരുന്ന മഹാബലി രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുമകൻ. വാമനന്റെ രൂപം സ്വന്തമാക്കിയ ദൈവം അദ്ദേഹത്തിൽ നിന്ന് 3 അടി ഭൂമി ദാനമായി ആവശ്യപ്പെട്ടിരുന്നു. ബ്രഹ്മചാരികൾക്ക് മാത്രമേ മോക്ഷത്തിന് അർഹതയുള്ളൂ എന്ന് പറയുന്നവർ നപുംസകങ്ങളിൽ നിന്നും ബ്രഹ്മചാരികളാണെന്ന് ചിന്തിക്കണം. അതിനാൽ അവർ കൂടുതൽ യോഗ്യരായിരിക്കണമെന്നും ചിന്തിക്കണം. സത്യാരാധന ചെയ്യുന്നതിലൂടെ നപുംസകങ്ങളും ബ്രഹ്മചാരികളും ഗൃഹസ്ഥരും സ്ത്രീകളും എല്ലാം മോക്ഷം പ്രാപിക്കുന്നു. സന്ത് ഗരീബ് ദാസ് ജി കബീർജിയുടെ അറിവ് വിശദീകരിച്ചത്: गरीब देरे डांडे खुश रहो, खुसरे लहे ना मोक्ष। ध्रुव प्रहलाद पार हुए, फिर देरे घर में क्या दोष। गरीब केले की कोपीन है, फूल पात फल खाई। नर का मुख नहीं देखते, बस्ती निकट नहीं जाई। गरीब वे जंगल के रोज है, जो मनुष्यों बिदके जाही।
निश दिन फिरो उजाड़ में यूं साई पावे नाही। गरीब गारी बाहो घर रहो खेती करो खुशहाल। साई सिर पर राखे सही भक्त हरलाल। അർത്ഥം സംഭാഷണ സംഖ്യ 1 സാരം മുകളിൽ വിവരിച്ചിട്ടുണ്ട്. വാണി നമ്പർ 2-3 അർത്ഥം ചിലർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പരമഹംസരെ തേടി മലകളിലും കാടുകളിലും പോയി. ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു മുനി താമസിച്ചിരുന്നു. അടുത്തുള്ള ഗ്രാമവാസികൾ അവനെക്കുറിച്ച് പറഞ്ഞു. ആ മുനി തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വാഴയിലയുടെ അരത്തുണി കെട്ടി കാട്ടിൽ ഇലകളും പഴങ്ങളും പൂക്കളും കഴിക്കുന്നു. ഗ്രാമത്തിന്റെ അടുത്ത് പോലും വരാറില്ല. ഒരു മനുഷ്യന്റെ മുഖം പോലും അവൻ കാണുന്നില്ല. ആരെങ്കിലും കണ്ടാൽ അയാൾ കാട്ടിലേക്ക് വേഗത്തിലോടുന്നു. അവനെ കാണുന്നവൻ സമ്പന്നനാകുമെന്ന് ആളുകൾ പറഞ്ഞു. കുറേ ദിവസങ്ങൾ അവനെ കാണാനായി ഞങ്ങൾ രാവിലെ കാട്ടിൽ പോയി വൈകുന്നേരം വരെ താമസിച്ചു. ഒരു ദിവസം അവൻ ഓടിപ്പോകുമ്പോൾ ഞങ്ങൾ അവന്റെ പുറം കണ്ടു. നമുക്ക് അദ്ദേഹത്തെ ഒരു ദർശനം ലഭിച്ചിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ ഭാഗ്യമായേനെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അങ്ങനെയുള്ള ഒരാൾ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖംമൂടി നടത്തുന്ന ഒരു കുറ്റവാളിയാണ്. മനുഷ്യരിൽ നിന്ന് ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സന്ത് ഗരീബ് ദാസ് ജി ബറോജ് നീലക്കാള എന്ന പദവി നൽകി. അത്തരക്കാർ കാട്ടിൽ രാവും പകലും അലഞ്ഞാലും ദൈവത്തെ പ്രാപിക്കാനാവില്ല. വാണി നമ്പർ 4 എന്നതിന്റെ അർത്ഥം गरीब गारी बाहो घर रहो खेती करो खुशहाल। साई सिर पर राखे सही भक्त हरलाल। നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 46, ചാപ്റ്റർ നമ്പർ 21. ഹർലാൽ ജാട്ടിന്റെ കഥ. ബേരി ഗ്രാമത്തിൽ ഹർലാൽ എന്നു പേരുള്ള ഒരു ജാട്ട് കർഷകനുണ്ടായിരുന്നു. ജില്ലാ ജജർ, സംസ്ഥാനം ഹരിയാന. അദ്ദേഹം മതപരമായ സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ മതവിശ്വാസികളായിരുന്നു. ബേരി ഗ്രാമത്തിന്റെ യോഗസ്ഥലത്ത് കാവ്യവസ്ത്രം ധരിച്ച ഒരാൾ താമസിച്ചു. ഏതാനും ദിവസങ്ങൾ അദ്ദേഹം ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തി. ഭക്തനായ ഹർലാലിന്റെ മുഖപുര എടുത്തപ്പോൾ വീട്ടിൽ ആരുമില്ല എന്നറിഞ്ഞു. കുട്ടിയായിരുന്നപ്പോൾ തന്നെ മാതാപിതാക്കൾ അന്തരിച്ചു. ഭക്തിക്കു വേണ്ടി അദ്ദേഹം തന്റെ ഭവനം ഉപേക്ഷിച്ചു. ഭക്തനായ ഹർലാൽ അവനോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. ഞങ്ങൾക്കൊരു സന്യാസിയുടെ സേവനം ലഭിക്കും. നിങ്ങൾക്ക് ഭക്തി ചെയ്യാൻ മുഴുവൻ സമയവും ലഭിക്കും. കാവ്യവസ്ത്രധാരിയായ ആൾ അത് സ്വീകരിച്ചു. ഭക്തനായ ഹർലാലിന് 2 വീടുകളുണ്ടായിരുന്നു. ഒന്നിൽ സ്ത്രീകൾ ജീവിച്ചിരുന്നു. രണ്ടാമത്തേത് അകലത്തിലായിരുന്നു. മൃഗങ്ങളെ കെട്ടിയിട്ട് കുടുംബത്തിലെ പുരുഷന്മാർ താമസിച്ചിരുന്ന വീട്. അതിനെ ബഖേർ അല്ലെങ്കിൽ പൗലി എന്ന് വിളിക്കുന്നു. ഈ പൗലിയുടെ മുകളിൽ ഒരു തട്ടുണ്ടായിരുന്നു. അവർ ആ സ്വാമിയോട് അവിടെ തങ്ങാൻ അഭ്യർത്ഥിച്ചു. കുടുംബം മുഴുവൻ അദ്ദേഹത്തെ സേവിക്കാറുണ്ടായിരുന്നു. അവർ അവനെ 3 നേരവും ഊട്ടിയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ സ്വാമി മരിച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയ ശേഷം അവർ അവരുടെ വയലിൽ അദ്ദേഹത്തിന്റെ സ്മാരകമുണ്ടാക്കി. നിലവിൽ ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് വാടക ട്രക്കുകളിലോ കാന്ററുകളിലോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് പോലെ ശ്രീ ഹർലാൽ ജാട്ട് ബിസിനസ്സുകാരുടെ സാധനങ്ങൾ വാടകയ്ക്ക് കാളവണ്ടിയിൽ ഒരു ചന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. 1750ഓടെയാണ് ശുദ്ധീകരിക്കാത്ത പഞ്ചസാര, ശുദ്ധീകരിച്ച പഞ്ചസാര, അരി, ഗോതമ്പ്, തിന, ശർക്കര, ബാർലി, ബീൻസ് മുതലായവ വാടകയ്ക്ക് കാളവണ്ടികളിലൂടെ കടത്തുന്നത്. ബേരിയിൽ നിന്ന് നജഫ്ഗഡ് മാർക്കറ്റിലേക്കുള്ള പാത ചുഡാനി ഗ്രാമത്തിലൂടെയായിരുന്നു. ശ്രീ ഹർലാൽജിയുടെ ഒരു കാള ശിർക്കറായിരുന്നു. വണ്ടിയിൽ നടക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് ഇരിക്കാറുണ്ടായിരുന്നു. എഴുന്നേൽക്കാൻ വടി കൊണ്ടടിച്ചു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെയും ഇരിക്കാൻ തുടങ്ങി. സംഭവങ്ങളുടെ ഈ ക്രമം തുടർന്നു. ഒരു വേനൽക്കാല ദിനത്തിൽ പുലർച്ചെ ഏകദേശം 4 മണിക്ക് ശ്രീ ഹർലാൽജി നജഫ്ഗഡ് മാർക്കറ്റിൽ നിന്ന് ഒരു കാളവണ്ടിയുമായി മടങ്ങുകയായിരുന്നു. ചുഡാനി ഗ്രാമത്തിന് സമീപം ഒരു കിണറ്റിൽ നിന്ന് കുറച്ചകലെ ആ കാള ഇരുന്നു. ഹർലാൽജി അവനെ വടികൊണ്ട് അടിക്കാൻ തുടങ്ങി. ചുഡാനി ഗ്രാമത്തിലെ പവിത്ര ഗരീബ് ദാസ് ജി ആ കിണറ്റിൽ കുളിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹേ ഹർലാൽ, അവനെ തല്ലരുത്. അവൻ പശുവിൽ നിന്നാണ് ജനിച്ചത്. പവിത്ര ഗരീബ് ദാസ് ജി ഒരു ജാട്ട് കർഷകനായിരുന്നു. ഹരിയാനയുടെ ഒരു സാധാരണ വേഷമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ധോത്തി, കുർത്ത ധരിച്ചിരുന്നു. ഹർലാൽജി പറഞ്ഞു, സഹോദര, അവൻ എനിക്ക് വലിയ ദുഃഖമുണ്ടാക്കി. 1/2 മൈൽ നടന്ന് അവനിരിക്കും. വിശുദ്ധ ഗരീബ് ദാസ് ജി ആ കാളയുടെ അടുത്ത് ചെന്ന് അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. ഉടനെ ആ സുന്ദരനായ കാള എഴുന്നേറ്റു. വിശുദ്ധ ഗരീബ് ദാസ് ജി പറഞ്ഞു, ഇനി ഈ കാള നന്നായി നടക്കും. ശ്രീ ഹർലാൽജി അത് വിശ്വസിച്ചില്ല. അവൻ തന്റെ കാളവണ്ടിയിൽ പുറപ്പെട്ടു. ആ നല്ല തൊലിയുള്ള കാള മറ്റേ കാളയേക്കാൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ചുഡാനി ഗ്രാമം മുതൽ ബേരി വരെ ആ കാള ഇരുന്നുപോലുമില്ല. ശ്രീ ഹർലാൽജി ആശ്ചര്യപ്പെടുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. വീട്ടിലെ വീട്ടുകാരോട് എല്ലാം പറഞ്ഞു. അവർക്ക് പോലും വിശ്വസിക്കാനായില്ല.
അതിനുശേഷം ഹർലാൽ ജാട്ട് ചുഡാനി ഗ്രാമത്തിലേക്ക് പോയി. കുളിക്കുന്ന ആളോട് പേര് ചോദിച്ചില്ലെന്നതാണ് അവൻ ചെയ്ത തെറ്റ്. അവൻ ഉടനെ ചുഡാനി ഗ്രാമത്തിലേക്ക് മടങ്ങി. ഒരു പക്ഷേ ആ മനുഷ്യൻ ദിവസവും ഒരേ സമയത്ത് കുളിക്കാൻ വരുമെന്ന് അയാൾ കരുതി. അതിനാൽ പുലർച്ചെ 4 മണിക്ക് ആ കിണറ്റിലെത്തിയപ്പോൾ പവിത്ര ഗരീബ് ദാസ്ജി ചോദിച്ചു, ഹേ ഹർലാൽ സഹോദര, ആ കാളയെപ്പറ്റി അറിയാനാണോ നീ വന്നത്? ഹർലാൽജി പറഞ്ഞു, നിന്നിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. നിങ്ങൾ എന്ത് മാന്ത്രികമാണ് ചെയ്തതെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. ആ കാള മറ്റേതിനേക്കാൾ വേഗത്തിൽ നടക്കുന്നു. പവിത്ര ഗരീബ് ദാസ്ജി ചോദിച്ചു, പറയൂ, നിങ്ങളുടെ മാളിക മുറിയിൽ ഒരു സ്വാമി താമസിച്ചിരുന്നു. അവൻ എങ്ങനെയിരിക്കുന്നു? ഞാനൊരു ദിവസം അദ്ദേഹത്തെ കണ്ടിരുന്നു. നിങ്ങൾ അന്ന് നിങ്ങളുടെ കാളവണ്ടിയിൽ എവിടെയോ പോയിരിക്കുകയായിരുന്നു. ഹർലാൽജി പറഞ്ഞു, അദ്ദേഹം 4 വർഷം മുമ്പ് മരിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ സ്മാരകം പോലും നിർമ്മിച്ചു. പവിത്ര ഗരീബ് ദാസ്ജി പറഞ്ഞു, ഈ വെളുത്ത തൊലിയുള്ള കാള ആ വഞ്ചകനായ ബാബ തന്നെയാണ്. ഞാൻ അദ്ദേഹവുമായി ഒരു വിജ്ഞാന ചർച്ച നടത്തി. നിങ്ങളുടെ ആരാധന രീതി തെറ്റാണെന്ന് അന്ന് ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നു. നിങ്ങൾ നല്ല ഭക്തി പോലും ചെയ്യുന്നില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു. നിങ്ങളുടെ അക്കൗണ്ട് ദൈവത്തിന്റെ കോടതിയിൽ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ എന്ത് കഴിച്ചാലും നിങ്ങൾ തിരികെ നൽകേണ്ടി വരുമെന്ന്. ഗരീബ് नर से फिर पशुवा कीजे, गधा बैल बनाए. 56 भोग कहा मन बोरे, कुरड़ी चरने जाए. गरीब, तुमने उस दरगाह का महल ना देखा, धर्मराज के तिल का लेखा. എന്നാൽ അദ്ദേഹം ദേഷ്യപ്പെട്ടു. നീ ഒരു ഗൃഹസ്ഥനാണ്, ഞാനൊരു ബ്രഹ്മചാരിയാണ്. നിനക്ക് പോകാം. നിങ്ങളൊരു സ്വാമിയെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. कबीर, राम नाम से खिजमरेन, कुश्ती होकर जाए. शुकर होकर जन्म ले, नाक डूबता खाए. അർത്ഥം, രാമന്റെ അതായത് ദൈവത്തിന്റെ നാമത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഒരു അഹങ്കാരിക്ക് ദേഷ്യം വരുമെന്ന് കബീർജി പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് കുഷ്ഠരോഗം പിടിപെട്ട് ചർമ്മം ക്ഷയിച്ച് മരിക്കുന്നു. അവന് അടുത്ത ജീവിതം ഒരു പന്നിയുടെ ലഭിക്കുകയും ചവറുകൾ തിന്നുകയും ചെയ്യുന്നു. ഒരു പന്നിയുടെ മൂക്ക് മാലിന്യത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഭക്തി അനുഷ്ഠിക്കാത്ത അല്ലെങ്കിൽ വ്യാജ സന്യാസിയായി മാറുന്ന ഒരാൾ ജനങ്ങൾക്കിടയിൽ പൊള്ളയായ പ്രശസ്തി നേടുന്നു. ഓ ഹർലാൽ, ഞാൻ അവന്റെ ചെവിയിൽ പറഞ്ഞിരുന്നു, അന്ന് ഓർക്കുക, ഞാൻ പറഞ്ഞത്, പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല. ഹേ ജീവ്, ഈ കർഷകന്റെ കടം നിങ്ങൾ വീട്ടേണ്ടി വരും. വടി കൊണ്ട് അടിമേടിച്ച് നിങ്ങളത് വീട്ടുമോ, അല്ലെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കുമോ? നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാളയുടെ ശരീരത്തിലുള്ള ആ വ്യാജ ബാബയ്ക്ക് അത് മനസ്സിലായി. ഏതോ ജന്മത്തിൽ പരമദൈവമായ കബീറിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. എന്നാൽ പിന്നീട് അദ്ദേഹം ഗിരിവിഭാഗത്തിലേക്ക് പോയിരുന്നു. തൽഫലമായി യഥാർത്ഥ പാത ഉപേക്ഷിച്ച് അവൻ ജനനമരണ ചക്രത്തിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു. അവൻ ഇപ്പോൾ ഇനി ഇരിക്കില്ല. ഹർലാൽജി ഗരീബ് ദാസ്ജിയുടെ കാൽക്കൽ വീണ് പറഞ്ഞു, ഹേ സൻ മഹാരാജ്, എന്നെ ശിഷ്യനാക്കൂ. ഞാൻ എന്റെ വീട് ഉപേക്ഷിച്ച് നിങ്ങളോടൊപ്പം വസിക്കും. എന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. ഒരു ജീവി ഭക്തി കൂടാതെ എത്രയോ കഷ്ടപ്പാടുകൾ സഹിക്കുന്നു. സന്ത് ഗരീബ് ദാസ്ജി ഈ വാണിയിൽ പറഞ്ഞു, गरीब, गारी बाहो घर रहो, खेती करो खुशहाल. साई सिर पर राखे, सही भगत हरलाल. അർത്ഥം, പരമാത്മാവിനെ പ്രാപിക്കാൻ ഒരാൾ ഭവനം ത്യജിക്കേണ്ടതില്ല. നിങ്ങളുടെ കൃഷിയും ഗതാഗതവും സന്തോഷത്തോടെ നിർവഹിക്കുക. വീട്ടിലിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഈശ്വരഭക്തി ചെയ്യുക. നിങ്ങളെ യഥാർത്ഥ ഭക്തൻ എന്ന് വിളിക്കും. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 48. गरीब, नाम उठत नाम बैठत, नाम सोवत जागरे, नाम खाते नाम पीते, नाम सेती लागरे. ഈ തെളിവ് യജുർവേദം അധ്യായം 40 മന്ത്രം 15 वायु अनिलम अथेदम अमृतम भस्मंतम शरीरन. ओम कंदु स्मर किल्वे स्मर कतम स्मर. അർത്ഥം, സന്ത് ഗരീബ് ദാസ്ജി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുന്ന യഥാർത്ഥ ആരാധനയുടെ യഥാർത്ഥ മന്ത്രങ്ങൾ. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അവരുടെ ജപം ചെയ്യണം. അതായത് നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ കുറച്ചു സമയം ജപം ചെയ്യുക. ഉറങ്ങുന്നതിന് മുൻപ് കുറച്ചു സമയം ജപം ചെയ്യുക. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവനാമം സ്മരിക്കുക. ഈ രീതിയിൽ വീട്ടുജോലികളും മന്ത്രസ്മരണയും നടത്തുക. ഉദാഹരണത്തിന്, ഗ്രാമങ്ങളിൽ ആളുകൾ ദിവസം മുഴുവൻ ചീട്ടു കളിക്കുന്നത് നാം കാണുന്നു. ഹുക്ക വലിക്കുന്നതിൽ ആളുകൾ സമയം കളയുന്നു. രാഷ്ട്രീയ ചർച്ചകളിലോ ഒരു വ്യക്തിയെ വിമർശിച്ചുകൊണ്ടോ നാടകങ്ങളും സിനിമകളും കണ്ടും അവർ സമയം കളയുന്നു. ദൈവാരാധനയിലും ആത്മീയ ചർച്ചകളിലും ആ സമയം നാം നന്നായി വിനിയോഗിച്ചാൽ നമ്മുടെ മോക്ഷം സാധ്യമാണ്. ശ്രീ ഹർലാൽ ജാട്ട് ദീക്ഷ സ്വീകരിച്ച് വീട്ടിലെത്തി. വീട്ടുകാരോട് എല്ലാം പറഞ്ഞു. അയാൾ ആ വ്യാജ ബാബയുടെ സ്മാരകം തകർത്ത് തന്റെ കുടുംബത്തെ മുഴുവൻ ചുഡാനിയിലേക്ക് കൊണ്ടുപോയി. കല്ലറ തകർത്ത് തന്റെ കുടുംബത്തെ മുഴുവൻ ചുഡാനിയിലേക്ക് കൊണ്ടുപോയി. സന്ത് ഗരീബ് ദാസ്ജിയിൽ നിന്നാണ് അദ്ദേഹം അവരെയെല്ലാം ദീക്ഷ സ്വീകരിപ്പിച്ചത്. അവന്റെയും അവന്റെ മുഴുവൻ കുടുംബത്തിന്റെയും ക്ഷേമം അവൻ ചെയ്തു.
സന്ത് ഗരീബ്ദാസ് ജിയുടെ കൽപ്പന പ്രകാരം അദ്ദേഹം ഒരിക്കലും കാളവണ്ടിയിലോ കലപ്പയിലോ ആ നല്ല തൊലിയുള്ള കാളയെയോ ഉപയോഗിച്ചിരുന്നില്ല. അവനെ എല്ലാ മൃഗങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുകയും നല്ല കാലിത്തീറ്റ നൽകുകയും ചെയ്തു. സന്ത് ഗരീബ്ദാസ് ജി പറഞ്ഞു, അവൻ ഒരു ഭക്തനായിരുന്നു. അവന്റെ തെറ്റായ പ്രവൃത്തികൾ കാരണം അവൻ ഒരു മൃഗമായി മാറിയിരിക്കുന്നു. അവന് ജോലി ചെയ്യിപ്പിക്കരുത്. ആ കാള 5 വർഷം ജീവിച്ചു. ഭക്തനായ ഹർലാൽജി അദ്ദേഹത്തെ ഒരു ഭക്തനായി കരുതി പരിപാലിച്ചു. മൃഗജീവിതത്തിൽ വഴിതെറ്റിപ്പോയ തന്റെ ഭക്തനെ കബീർ ദേവും സഹായിച്ചു. ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു മനുഷ്യജീവൻ ലഭിക്കുകയും ചെയ്യും. അവനൊരു സമ്പൂർണ്ണ ഗുരുവിനെ കണ്ടെത്തുകയും ചെയ്താൽ അയാൾക്ക് മോക്ഷം നേടാം. അല്ലാത്ത പക്ഷം 84 ലക്ഷം യോനികളുടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും. ഇന്നും ബേരിയിലെ ഈ സംഭവത്തിന് ഭക്തനായ ഹർലാലിന്റെ സന്തതികൾ സാക്ഷികളാണ്.